ഹായ് സുഹൃത്തുക്കളെ, മുത്തുമണികളെ, ചെങ്കിളേ. അപ്പോൾ മുത്തുമണികളെ, ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിക്കുന്ന വിഷയമാണ് സന്ദീപ് ഹിടപ്പാൾ. അവൻ നമ്മളെ കൊച്ചേട്ടന്മാരൊക്കെ കഥ എഴുതാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമായിട്ടൊക്കെ കൊണ്ടുപോയി. പിന്നെ അവിടെ ഇരുന്ന് കഥ എഴുതാനുള്ള സൗകര്യമില്ല, AC ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ചൊക്കെ വിട്ടു. അപ്പോൾ എല്ലാ യൂട്യൂബർമാർക്കും ഇപ്പോൾ അതൊരു കണ്ടന്റാണ്. ഇവൻ എന്തോ ഭയങ്കര സംഭവം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് പോലെയാണ് എല്ലാവരും കൂടെ എടുത്ത് വെച്ച് പൊക്കി വെച്ച് അങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മളാ സന്ദീപ് ഏട്ടൻ ഒരു കഥ ചൊല്ലട്ടുമാ. പുതിയ ഫോൺ വാങ്ങണല്ലോ, 2 ഫോണൊക്കെ വാങ്ങി അതിന്റേതായ സാധനങ്ങളൊന്നും ഇല്ലടേ, കേട്ടണ്ടേ ഡിലേഡിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമയം വൈകിയതാണ്. പിന്നെ ഇന്നലത്തെ ലൈവ് എന്റെ സുഹൃത്തിന്റെ ഫോണില് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അപ്പൊ തന്നെ വീഡിയോ ഇട്ട് തന്നുള്ളൂ. കാരണം ചില ആളുകൾ ഇല്ലാ കഥകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയിട്ടാണ് ഇനി ജാമ്യം കിട്ടുക, ജയിലിൽ അടക്കപ്പെട്ടു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് എനിക്കത് സംഭവിച്ചത് എന്ന് അറിയാൻ ഒരുപാട് ആളുകളിലെ കൗതുകം. കാര്യം നിങ്ങൾ കുറെ യൂട്യൂബർമാര് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്ദി ഞാൻ പറയുന്നു. കാരണം അത്രമാത്രം എന്നെ അങ്ങ് ആകാശത്തേക്ക് പൊക്കി വെച്ചില്ലേ. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കഥ, എന്റെ മാത്രം കഥ, എന്റെ സാങ്കല്പിക കഥ. കേസ് കള്ളക്കേസാണ്. ബാക്കിയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ല ബാക്കിയുടെ പറയണേ. കള്ളക്കേസാണോ? എടാ പട്ടി നായിന്റെ മോനെ. പിന്നെ ഈ റിയാക്ഷൻകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൊണ്ട് ഈ കേരളത്തിൽ പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം പല പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പല കേസുകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കള്ളക്കേസാ നീ എന്നെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ നീ ആരാടാ നായിൻ്റെ മോനെ? എടാ നീയൊക്കെ ഒന്ന് ആലോചിക്കണം. ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി ചെന്നിട്ട് എൻ്റെ കഥയാണ്, സ്വന്തം കഥയാണ്, തേങ്ങ കൊലയാണെന്നും പറഞ്ഞ് വന്നിട്ട് ഓരോ കഥകൾ കെട്ടിച്ചമച്ച് ഊമ്പിത്തരം കാണിക്കുമ്പോൾ നീയൊക്കെ ഓർക്കണം. ഒരു മര്യാദ ഇല്ലടാ ഒരുത്തൻ്റെ അടുത്ത് വെച്ച് അങ്ങോട്ട് തിന്നുന്നതിന്. അല്ലേ? നിൻ്റെ കഥയാണ്, നിൻ്റെ സ്വന്തം കഥയാണ്. എടാ ഈ വല്ലവരെ പറയുമ്പോഴേ അവർക്ക് മാനാഭിമാനം ഉണ്ടെന്ന് ഓർക്കണം. നിനക്കൊക്കെ ഈ റീച്ചിന് കാശിന് വേണ്ടിയിട്ട് തന്തയില്ലാത്ര കാണിക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടാ. പണ്ട് നിൻ്റെ പെങ്ങൾ ഒരുത്തൻ്റെ അവിടെ ഒളിച്ചോടി പോയിട്ട് അവൾ ഗർഭിണിയായിട്ടല്ലടാ തിരിച്ചു വന്നത്. ആണോ അല്ലയോ? ആണോ അല്ലേ? അത് നിനക്കുണ്ടോ? ആ കഥ വേറെ ആരെങ്കിലും ചൊല്ലിയാൽ നിനക്ക് പിടിക്കുമോ? അത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് പൊള്ളുമോ? ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കഥയൊക്കെ ചൊല്ലുവാണ്. നിൻ്റെ നിൻ്റെ പെങ്ങൾ ഒരിക്കൽ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി ഗർഭിണിയായിട്ട് വന്നു. പിന്നെ രണ്ടാമത് വേറൊരുത്തൻ്റെ കൂടെ പോയി അവിടെ നിന്നും ചാടി വന്നു. ഇതുപോലെ പറവെടിയായിട്ട് നടക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് പൊള്ളുമോടാ? പൊള്ളുമോ? അതുപോലെയാണ് മോനെ ഓരോരുത്തരുടെ കുടുംബജീവിതത്തിൽ കയറി അങ്ങോട്ട് ഉണ്ടാക്കപ്പം. പിന്നെ നീ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് പ്രതീക്ഷിച്ചിടാവുകയെ. നീ ഇപ്പോൾ അവിടെ കിടക്കും. പിന്നെ നീ എന്താ പറഞ്ഞേ? പിന്നെ പറയുന്നിട്ട് നിന്നെ അവിടെ വന്ന് എതിരേറ്റ് കാറിനകത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചെന്ന് തന്നു. നീ അങ്ങ് ടൂറിന് പോയതല്ലയോ? വന്നിരുന്നിട്ട് കുണയിലടിക്കുമ്പോഴേ സാമാന്യ ബുദ്ധിയുള്ള നിൻ്റെയൊക്കെ ആസനം താങ്ങുന്നവന്മാർ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ തീരെ മണ്ടന്മാരല്ല. നിന്നെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആഹാരം അവിടെ വിട്ട നിർത്തി ആഹാരം വാങ്ങിച്ചു തന്നു, ജ്യൂസ് വാങ്ങിച്ചു തന്നു, ചായ വാങ്ങിച്ചു തന്നു. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ പോലീസുകാരായിട്ട് കഥ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നല്ലേ. കേൾക്കുന്ന ആൾക്കാർ വെറും മണ്ടന്മാരാണോടാ. പിന്നെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും നീ വർഷങ്ങളോളം കയറി ഇറങ്ങി നടക്കാനുണ്ട്. നിൻ്റെ ലാപ്ടോപ്പ് പോയി, 2 മൊബൈൽ പോയി. അവനവൻ്റെ മാനവും മര്യാദയ്ക്ക് നല്ല നല്ല കണ്ടന്റുകൾ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വിഷയങ്ങൾ നീ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ കിടന്ന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? നിൻ്റെ കഥ ചൊല്ലു നീ. ബാക്കി അങ്ങോട്ട് വരട്ടടാവുകയെ. ആ 2-3 എപ്പിസോഡായപ്പോൾ തന്നെ ഊമ്പിപ്പോയി അങ്ങ് നിന്നോ? ആ അച്ഛൻ്റെ കഥ അങ്ങോട്ട് പല രീതിയിലും എൻ്റെ കഥ, എൻ്റെ സ്വന്തം കഥ, എൻ്റെ പിന്നെ സാങ്കല്പിക കഥ എന്ന് വന്ന് തൊലിച്ച് അവസാനം ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിന്നെ അകത്തിടാൻ ആ മനുഷ്യൻ പറ്റിയോ? അത് മതിയടവുകയെ. ഇനി ബാക്കി പ്രോസസ്സിങ് അങ്ങോട്ട് കിടക്കുകയാണ്. വർഷങ്ങളോളം അങ്ങോട്ട് ഉണ്ടാക്കും. നീ കയറി ഇറങ്ങി നടന്ന് നിൻ്റെ ഇടപ്പാട് നിന്ന് നീ ഇനിയിപ്പം കോട്ടയത്തോട്ടൊക്കെ വരുമ്പോൾ പിന്നെ നല്ലൊരു അഡ്വക്കേറ്റിനെ വയ്ക്കണം. ലക്ഷങ്ങൾ പോവും കേട്ടോ. പിന്നെ നീ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെ തെളിവുകളും അവരുടെ കൈ കിടപ്പുണ്ട്. അത് നിനക്ക് ഇനി ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നോക്കുമ്പോൾ ആ രേണുവിനെ കുറേ വെച്ച് അങ്ങോട്ട് തിന്നിട്ടാ ലക്ഷങ്ങൾ ഉണ്ടാക്കിയില്ലേ. കുറച്ച് അഡ്വക്കേറ്റിന് കൊടുക്കണം. നായിൻ്റെ മോനെ കൊടുക്കണം. നീയൊക്കെ ഓരോരുത്തരെ കുടുംബജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തന്തയിലാത്രം കാണിക്കുന്ന നിന്നെ പോലെയുള്ള മാന്യന്മാർ
ഇപ്പം നിന്നെ സകല യൂട്യൂബർമാരും പിന്നെ പടക്കശാല എണീറ്റ് വന്ന് നിന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കാര്യം അവൾ ഈ അവസരത്തിലൊന്ന് ഫേമസ് ആവാൻ നോക്കിയതാ. കേട്ടോ, ഇതുപോലെ നിയമങ്ങൾ മാറി വരണം, ശക്തമായ നിയമങ്ങൾ വരണം. എങ്കിൽ മാത്രമേ, നിങ്ങളെ കൊണ്ട് ഉപകാരമില്ല എന്നല്ല, ഉപകാരമുണ്ട്, ധാരാളം ഉപകാരമുണ്ട്. സാമൂഹ്യ പ്രസക്തിയുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോരോ കഥ സൊല്ലട്ടുമാ. നിന്റെ അമ്മയുടെ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മയുടെ ഭാര്യയുടെ പെങ്ങളുടെയൊക്കെ ഓരോ കഥ ഇങ്ങോട്ട് ഇറക്കി വിടറ. അവളൊക്കെ പണ്ട് ഒളിച്ചോടി പോയതും മറ്റടുത്ത് പോയതൊക്കെ, അതൊക്കെ പറയുമ്പോൾ നിനക്ക് നാണക്കേട് വരും. കുടുംബം ഈ ഇടയ്ക്ക് ഞാൻ ഒരുത്തൻ്റെ ഒരു കൊണയിലടി കൊണ്ടുവന്നായിരുന്നു. അത് അവസാനം അവന് നാണക്കേടായി. 2 ദിവസം പതുങ്ങിയൊക്കെ ഇരുന്നു, വീഡിയോ ചെയ്തില്ല. അവൻ കേസ് കൊടുത്തു, കോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞൊക്കെ തെളിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അടികളൊക്കെ തിരിച്ചൊക്കെ കിട്ടണ്ടേടാ. നമുക്ക് പണം മാത്രം മതിയല്ലോ, അല്ലേ? അപ്പോൾ ഇനി നീ കയറി ഇറങ്ങി നടക്കും. പിന്നെ പറയുന്നിട്ട് തൂറിയിട്ട് പോട്ടെ. അത് പോലീസ് സ്റ്റേഷൻ ഇടിച്ചില്ലല്ലേ, ഇടിക്കത്തില്ല. അപ്പോൾ അവിടെ തൂറാൻ നല്ല ഒരു സൗകര്യം കിട്ടി കാണത്തില്ല. നീ തൂറിയിട്ടൊക്കെ പോയെന്നൊക്കെ പറയുന്നു കേട്ടോ. അതുകൊണ്ട് മോനെ, ഈ തന്തയിലാത്രം കാണിക്കുമ്പോൾ നീയൊക്കെ ഓർക്കണം കേട്ടോ, ഓർക്കണം. ഇനിയെങ്കിലും മാനവ മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി വല്ലവരെയും കുടുംബകാര്യത്തിൽ കയറി ഇടിച്ച് കയറി പോകാതെ ഒക്കെ നിന്നാൽ അവനവനെ കൊള്ളാം കേട്ടോ. പിന്നെ വന്നിരുന്ന് വിളിപ്പിക്കുന്നു. നീ ഇനിയിപ്പോൾ വിളിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നിന്നെ ഈ സപ്പോർട്ട് ചെയ്ത യാവനെങ്കിലും കാണോ? യാവനെങ്കിലും കാണോ? ഒരുത്തനും കാണത്തില്ല കേട്ടോ. അങ്ങനെ സന്ദീപ് ഇടപ്പാളേ, ഞങ്ങളൊക്കെ കുറേ പ്രതീക്ഷിച്ചു നീ ഒരു 5-6 ദിവസം കൂടെ അവിടെ കിടക്കാൻ. അത് ഇനിയുള്ള അവസരങ്ങൾ ചിലപ്പോൾ നിനക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ കിടക്കാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ. ഞാൻ നോക്കുന്നത് അതുപോലെ ഫേസ്ബുക്കിനകത്ത് എനിക്ക് ഒരു പല തന്തയ്ക്കുണ്ടായ നായിൻ്റെ മോൻ. നമുക്ക് എന്ത് കാര്യത്തിനും വിമർശിക്കാം. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ഒരു പൊലയാടി മോൻ, പല തന്തയ്ക്കുണ്ടായ നായിൻ്റെ മോൻ ആവശ്യമില്ലാതെ തെറി പറയുന്നു. അപ്പോൾ അവൻ ഈ പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത്. അത് ഈ നായിൻ്റെ മോനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സാധാരണ ഞാൻ ഇങ്ങനെ ഈ ആരുടെയും ഈ പ്രൊഫൈലൊന്നും എടുത്ത് പബ്ലിക് ആക്കാത്തതാണ്. ഇതാണ് ഈ പുന്നാര മോൻ. കാണണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ഗ്ലാമർ താരം കേട്ടോ. അവൻ വന്നിരുന്ന് പറയുന്നത് തെറിവിളി കേട്ട് കഴിഞ്ഞുണ്ട്. അല്ലാണ്ട് ഈ പൊലയാടി മോനാണ് കേട്ടോ. ഞാൻ സാറിന് അങ്ങനെ ചെയ്യുന്നതല്ല. എടാ മറ്റിടത്ത മോനെ, നിനക്ക് ഞാൻ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വിമർശിക്കാം. എൻ്റെയും തന്തയ്ക്ക് തള്ളക്കൊക്കെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും പൊന്നാര മോനെ. നീ ഒരൊറ്റ തന്തയ്ക്ക് അല്ലാതെ നിൻ്റെ അമ്മ കുനിഞ്ഞു നിന്നപ്പം ഉണ്ടായതല്ല എന്നുണ്ടെങ്കിൽ തന്തയ്ക്ക് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ആ പ്രൊഫൈലൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വാ. നിനക്ക് നിൻ്റെ അണ്ണാക്ക് ഒരു അടിച്ച് തരുന്ന കാര്യം സുരേന്ദ്രനായിട്ട്. എടാ മറ്റേ പറയുന്നില്ല ഞാൻ കേട്ടോ. എൻ്റെ അമ്മയ്ക്കുമൊക്കെയാണ് ചേർത്തോണ്ടാണ് വിളിക്കുന്നത് കേട്ടോ. ബിനീഷ് ബാബു, എടാ പൊലയാടി മോനെ, നീ ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ പ്രൊഫൈലിലെ ലോക്ക് മാറ്റിയിട്ട് വാ കേട്ടോ. നിനക്ക് ഞാൻ അണ്ണാക്ക് നിറച്ച് തരാം. നിൻ്റെ എല്ലാ മറുപടിക്കും ഞാൻ റിപ്ലൈ തരാൻ, പിന്നെ നിന്നെപ്പോലെ അത്ര തരാമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും, എങ്കിലും അത്രയും തരം താഴ്ന്നവനല്ല കേട്ടോ. കേട്ടോടാ പുന്നാര മോനെ. ബിനീഷ് ബാബു ഒരു മീശയില്ലാതെ ചുരച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ നായിൻ്റെ മോനാണ്, ഏതോ പട്ടിക്കുണ്ടായവൻ. കേട്ടോടാ മോനെ, നീ വീഡിയോയുടെ അടിയിൽ വന്നിരുന്ന കമൻ്റ് ഉണ്ടാക്കുന്നു. ഞാൻ നിൻ്റെ പ്രൊഫൈൽ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ പ്രൊഫൈൽ ലോക്ക് മാറ്റിയിട്ട് വാ കേട്ടോടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആരെയും നാണം കെടുത്താൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പോൾ നിനക്ക് വിമർശിക്കാം. നിൻ്റെ കമൻറ്റുകൾ ഇച്ചിരി ഓവറായി പോയി. ഓവർ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച മോനെ എനിക്ക് ചൊറിയും കേട്ടോ. അവൻ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇവൻ കണ്ണൂരുകാരനാണ്, തിരുവനന്തപുരം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നീ ഏത് കാലിൻ്റെ ഇടയിലുള്ള മോനാണെങ്കിലും എനിക്കിവിടെ ഒരു കോപ്പുമല്ല കേട്ടോ. വിമർശനങ്ങളാവാം. പിന്നെ അവൻ കണ്ടിട്ടില്ല കേട്ടോ. നിനക്ക് ആർഷസ് കിട്ടിയ മറ്റേതാണ് മറിച്ച് കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോടാ പുന്നാര മോനെ. നിൻ്റെ അടുത്ത് ഇത്ര പറയുന്നില്ല. പിന്നെ സന്ദീപ് ഇടപ്പളെ, നമ്മൾ കഥ സൊല്ലിട്ടുമാ. ഇനി അങ്ങോട്ട് അങ്ങ് നീണ്ട് എഴുതിക്കോ. നമുക്ക് ഒരു AC റൂം അങ്ങനെ എടുത്തിരുന്ന് അങ്ങോട്ട് എഴുതണം കേട്ടോ.
പണ്ട് അച്ഛൻ 4 കെട്ടിയതും പിന്നെ സ്വത്ത് തട്ടിപ്പറിച്ചെടുത്തതും പിന്നെ എല്ലാ കഥകളും നമുക്ക് കൊണ്ടുവരണം കേട്ടോടാ. ഈ സന്ധ്യ നിനക്കെതിരെ ഇതിനു മുമ്പേ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നീ കയറി ഇറങ്ങി നടക്കാൻ പോകുന്നില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും തന്തയ്ക്ക് മുമ്പായിട്ട് യൂട്യൂബർമാർ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമെന്ന് കാണാം. ഇതുപോലെ ശക്തമായ നിയമങ്ങൾ വരണം. അതുപോലെ ഓരോ മനുഷ്യൻ്റെ വ്യക്തിഗത ചെയ്യുമ്പോൾ മാനാഭിമാനം നിനക്ക് മാത്രമല്ല അവർക്കും ഉണ്ടെന്ന് നീയൊക്കെ ആലോചിക്കണം. കുറച്ച് സബും കുറേ കമൻറ്റോളികളും ഉണ്ടെങ്കിൽ നീയൊക്കെ വലിയ മറ്റന്മാരാണെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ കമൻറ്റോളികൾ ഒരുത്തരം കാണത്തില്ല. പിന്നെ പടക്കശാല എന്ന് ചാടി വന്നതെന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ ഒന്ന് ഫേമസ് ആവാം, നിന്നെ കൂടെ പിടിച്ചിരുത്തി ഒരു ലൈവ് ചെയ്യാം എന്നല്ലാതെ ഒരു പട്ടികളും നിന്നെ സഹായിക്കാൻ കാണത്തില്ല. അനുഭവിക്കാൻ നീ മാത്രമേ കാണൂ. കേട്ടോടാ സന്ദീപ് ഇടപ്പാളെ. കേട്ടോ, ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ച് 5-6 ദിവസമൊക്കെ കിടക്കുന്നു. പിന്നെ അച്ഛൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മണ്ടനായതുകൊണ്ട്, അല്ലെങ്കിൽ നീ അവിടെ ഇറങ്ങാത്ത വകുപ്പുകൾ എഴുതി ചേർക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നീ അവിടെ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് അടുത്ത വകുപ്പുകളും കൂടെ എഴുതി അണ്ണാക്കിനകത്ത് ഇട്ട് കയറ്റി കംപ്ലൈൻ്റ് ആണ്, നീ അവിടെ കിടക്കും. അദ്ദേഹം അത് അത്രയും കളിപ്പിച്ച് ചെയ്തില്ല. അതിൽ തന്നെ ശരിക്കും വകുപ്പുകൾ ചെയ്യാനുള്ള വകുപ്പുകൾ നീ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും തെളിവുകളെല്ലാം കിടപ്പുണ്ടല്ലോ. ഹായ്, അപ്പോൾ ഇത്രയേ ഉള്ളു. ബായ് സന്ദീപണ്ണ. കഥ സൊല്ലട്ടുമാ, സൊല്ലിക്കോ നമ്മൾ കേൾക്കാൻ റെഡിയാണ് കേട്ടാ.